ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി എല്ലാവരും കാണണമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ വാഹനം വിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ കാർ സ്റ്റോക്ക് ഉണ്ടെങ്കിലും എന്ന് ഞാൻ സാധാരണക്കാരൻ്റെ കൂടെ ആണ് നിൽക്കുന്നത്. സാധാരണക്കാരന് വേണ്ടിയുള്ള വണ്ടികൾ വിൽക്കാനാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. 50 ലക്ഷം രൂപ കാറുണ്ടെങ്കിലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 50,000 രൂപ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്. കാരണം ഒരാളുടെയെങ്കിലും പലരുടെയും സ്വപ്നമാണ് വാഹനം മേടിക്കുക എന്നുള്ളത്. പലരെയും സ്വപ്നമായിട്ട് നിൽക്കാൻ വേണ്ടി പലരെയും സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് 50,000 രൂപ മുതൽ കാറുകൾ. 50,000 രൂപയ്ക്ക് കിട്ടുന്ന കാറിന് വിത്ത് വാറൻറ്റിയോടുകൂടി ബാക്ക് വാറൻറ്റിയോടുകൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. വീണ്ടും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനിയും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഞാൻ ഈ വീഡിയോയിലൊരു 10-30 വണ്ടി കാണിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വണ്ടി നമ്മുടെ സ്റ്റോക്കുണ്ട്. പറ്റുന്നവരൊക്കെ വരിക, കാണുക, വന്ന് മേടിക്കാൻ സഹകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പുതിയ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നു. അപ്പം നമുക്കാദ്യം തന്നെ ഒരു സാധാരണക്കാരന് ഇപ്പോഴപ്രമേക്കുന്നത്, നേരത്തെ സാധാരണക്കാരൻ്റെ വണ്ടി അല്ലായിരുന്നു. സാൻഡ്രോ എന്ന് പറഞ്ഞത് നല്ല സെറ്റപ്പ് വണ്ടിയായിരുന്നു, പോഷ് വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങിയോണ്ടുകൂടെ ഇപ്പോൾ താങ്ങാവുന്ന വിലയ്ക്ക് സാൻഡ്രോ കിട്ടുന്നുണ്ട്. സാൻഡ്രോ നല്ല സുഖമാണ് ഓടിക്കാൻ. നല്ല അത്യാവശ്യം വലിയ മൈലേജ് കുറച്ച് കുറവാണെങ്കിലും വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ പിടപ്പുകളോ ഒന്നും ഉണ്ടാവില്ല സാൻഡ്രോ. മറ്റേ മാരുതി വണ്ടി പഴയ ആകുമ്പോഴത്തേക്കും കുറച്ച് പിടപ്പ് അങ്ങനെ പ്രശ്നമുണ്ട്. സാൻഡ്രോയ്ക്ക് നല്ല കംഫർട്ട് ഓടിക്കാൻ നല്ല ഫീലിങ്സാണ്. ഇത് 2006 മോഡലാണ്. 2 കൊല്ലം കൂടെ പേപ്പറുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ സെറ്റ്, റിവേഴ്സ് ക്യാമറ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. നമ്മളവിടെ തന്നെ പുതിയ വണ്ടി മേടിച്ചാണ്. നമ്മുടെ തന്നെ KL 39 രജിസ്ട്രേഷനാണ്. ഇതിൻ്റെ വില 2009 മോഡൽ സാൻഡ്രോൻ്റെ വില വെറും 60,000 രൂപ കേട്ടോ. 60,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ സാൻഡ്രോ നിങ്ങൾക്ക് തരാം. ഫുൾ കണ്ടീഷൻ വിത്ത് ബൈബാക്ക് വാറണ്ടി 1 മന്ത് റീപ്ലേസ്മെൻറ്റോട് കൂടി വെറും 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സാൻഡ്രോ തരാം. മറ്റൊരു വണ്ടിയാണ് ഇത്. ഫോർഡ് ഫിഗോ ഡീസലാണ്. ഫിഗോ ഡീസൽ ചില വണ്ടിക്ക് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഒന്നുമില്ല കേട്ടോ. ഈ വിത്ത് 4 പുതിയ ടയറാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 2012 മോഡലുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് വെറും 1 ലക്ഷം രൂപയാണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, നല്ല ടയർ എല്ലാം ഉള്ള ഡീസൽ വണ്ടി, നല്ല പക്കാ വണ്ടിയാണ്. ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ഇല്ല. ഇതും വാറൻറ്റിയോടുകൂടി നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് തരാം. ഇത് ഏതാണ്ട് നമുക്കൊരു 10-75,000 രൂപ നമുക്ക് ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ സാധാരണക്കാരനെ പറ്റിയ വണ്ടി തന്നെയാണ് ഇതും. 2012 മോഡൽ ഫിഗോ ZXi, 4 പുത്തൻ ടയർ, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് ഇല്ല. വിത്ത് വാറൻറ്റിയോടുകൂടി, വിത്ത് 1 മന്ത് വാറൻറ്റിയോടുകൂടി നിങ്ങൾക്ക് ഞാൻ ഈ വണ്ടി 1 ലക്ഷം രൂപയ്ക്ക് തരുന്നതായിരിക്കും. ഇപ്പം മറ്റൊരു ഹുണ്ടായുടെ ഡീസൽ വണ്ടി കേട്ടോ. ഹുണ്ടായുടെ i20 ആണിത്. ഹുണ്ടായി i20 എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്. നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള, അത്യാവശ്യം മൈലേജുള്ള, പണിയില്ലാത്ത 2013 മോഡൽ i20 ഡീസലിൻ്റെ വില 2,25,000 രൂപയാണ്. സെക്കൻഡ് ഓണറാണ്. 1.15 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. 2013 മോഡൽ i20 ഡീസലിൻ്റെ വില 2,25,000 രൂപ. 2,25,000 രൂപയും ലോൺ കൊടുക്കാം. 2,25,000 രൂപയുടെ വണ്ടി 2,25,000 രൂപയും ലോൺ കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളോട് പറയാനുള്ളത്, നമുക്കിത് 2,25,000 ലോൺ ചെയ്യാൻ വേണ്ട പേപ്പർ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, ഒരു ഗ്യാരണ്ടർ, ആധാർ കാർഡും പാൻ കാർഡും വേണം. ഇത്രയാണ് ലോൺ ചെയ്യാൻ വേണ്ടത്. 1 ലക്ഷം രൂപയ്ക്ക് 5 കൊല്ലത്തേക്കാണ് 2,250 രൂപയും. 1 ലക്ഷം രൂപയ്ക്ക് 3 കൊല്ലത്തേക്കാണെങ്കിൽ 3,400 രൂപ മുതലാണ് നമ്മുടെ EMI കിട്ടുന്നത്. ലോൺ എടുക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ പലർക്കും എല്ലാവരും ലോണില്ലാത്ത മലയാളികളൊരു 100-ൽ 98-ഉം ലോണാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇത് 2013 മോഡൽ i20 ആണ്. 2,25,000 രൂപയാണ് വില. 2,25,000 രൂപയും നിങ്ങൾക്ക് ലോൺ തരുന്ന. അപ്പോൾ ലോൺ തരാൻ ഇത്ര പേപ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാരുതിയിലേക്ക് കിടക്കുകയാണ്. ഇത് മാരുതി ഡിസയർ 2010 മോഡൽ, 11 ഡെലിവറി ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൻ്റെ വില വന്നിട്ട് 2 ലക്ഷം രൂപയാണുള്ളൂ. 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 1.5 ലോൺ ക്ലോസ് ചെയ്യാം. 2010 മോഡൽ, 11 ഡെലിവറി ഡീസൽ വണ്ടി. ഡിസയർ ഡീസൽ 10 മോഡൽ 11 വണ്ടിയുടെ വില വെറും 2 lakh rupees. ഒരു 1.60-1.70 വേണമെങ്കിൽ ലോൺ ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിത്ത് 1.15 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. കമ്പനി സർവീസാണ്. നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. വിത്ത് വാറൻറ്റി കൂടി നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് 2010-11 വണ്ടി വെറും 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 1.60 ലോൺ തരാം. ലേഡീസിനൊക്കെ ഇഷ്ടപ്പെട്ട മറ്റൊരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്.
റെഡ് കളർ സ്വിഫ്റ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഭംഗിയാണ് റോഡിൽ കാണാനായിട്ട്. ഇത് 2006 മോഡൽ. ഇതിനൊരു 3 കൊല്ലത്തെ പേപ്പറുണ്ട്. 2027 ഡിസംബർ ഒരു പേപ്പറിലെ വണ്ടിയാണ്. 2006 സ്വിഫ്റ്റാണ്, VXI ആണ്. പിന്നെ അലോയിലുണ്ട്, സബ് വൂഫറുണ്ട്. നല്ല വണ്ടി കേട്ടോ, നല്ല റെഡ് കളർ. വണ്ടി കാണുമ്പോൾ പറയാം 2006 നല്ല റെഡ് കളർ കലക്കം വണ്ടി. നിങ്ങൾക്ക് 1, 2, 3 മാസം ഞാൻ വാറണ്ടി തരാം, ഫുൾ വാറണ്ടി തരാം വണ്ടിക്ക്. ഇത്ര നല്ല വണ്ടിയാണ്. വിത്ത് ബൈബാക്ക് ഉണ്ട്. 2006 സ്വിഫ്റ്റ് VXI അലോയിലൊക്കെയുള്ള വണ്ടിയുടെ വില 1,25,000 രൂപ വിത്ത് 3-4 മന്ത്സ് വാറണ്ടി. 1 മന്ത് ബൈബാക്ക്. ഒറ്റ പൈസ വേണം. നിങ്ങൾ വണ്ടി മേടിച്ചിട്ട് 1,25,000 നമ്മുടെ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ച് തിരിച്ചു കൊണ്ടേക്ക് നിങ്ങളുടെ ഫുൾ പൈസ റിട്ടേൺ ചെയ്തേക്കാം, നോ പ്രോബ്ലം. കേരളത്തിൽ ഇങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ ഇങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കാര്യം ചെയ്യില്ല. സാധാരണ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാളുടെ നിന്ന് കാറ് മേടിച്ച് അയാൾ നാളെ കാണുമ്പോൾ മൊത്തത്തിൽ നോക്കണ ആൾക്കായിരിക്കും. പക്ഷെ നമുക്കില്ല. നിങ്ങൾക്ക് നമ്മുടെ ഒരു കാറ് മേടിച്ച് അയാളായിട്ട് വർഷങ്ങളായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെന്നാണ് എൻ്റെ കാര്യം. നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് ഇങ്ങനെ റെഫറൻസ് ബിസിനസ്സാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിച്ച് നാളെയും അവൻ്റെ അടുത്ത് ചെല്ല് നിങ്ങൾക്ക് കാറ് മേടിക്കാം എന്ന് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോഴും പറഞ്ഞു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 2006 മോഡൽ സ്വിഫ്റ്റ് വിത്ത് വാറണ്ടി 1,25,000. ഇതുപോലെ 2005 സ്വിഫ്റ്റ് നമ്മുടെ കയ്യിൽ വേറെ ഉണ്ട്. 1 രൂപയ്ക്ക് സ്വിഫ്റ്റ് നമ്മുടെ ഉണ്ട്. 1 രൂപയ്ക്കാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് സ്വിഫ്റ്റ് തുടങ്ങുന്നത്. എല്ലാ സ്വിഫ്റ്റും കാണിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2006 മോഡൽ സ്വിഫ്റ്റ് അലോയിലൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ്. വിത്ത് റെഡ് കളറിന് പ്രത്യേകം ഉണ്ടല്ലോ. റെഡ് കളർ തുരുമ്പുള്ള കാര്യങ്ങളൊന്നുമില്ല. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. 1,25,000. ഓക്കെ. ഒരു 10-12 വർഷം മുമ്പിൽ വളരെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വന്ന വണ്ടിയായിരുന്നു ഓൾട്ടോ. ഇപ്പോൾ കേരളത്തിൽ സ്റ്റാൻഡേർഡൊക്കെ മാറി സ്വിഫ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പ്രീമിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രേറ്റ പോലത്തെ വണ്ടിയിലേക്ക് വന്നു. പക്ഷേ ഒരു 10-12 നിങ്ങൾക്ക് നോക്കിയാൽ റോഡ് മൊത്തം ഓൾട്ടോയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പെടുന്ന വണ്ടിയും ഓൾട്ടോയാണ്. അപ്പോൾ ഈ മോഡൽ വണ്ടികളെ ഏറ്റവും വിറ്റേക്കുന്നത്, ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയും ഇത് തന്നെയാണ്. കാരണം വേറെ പണികളൊന്നുമില്ല. ചുമ്മാ ഓടിച്ചു കൊടുക്കാം. പെട്രോൾ ഓടിക്കുക അത് മാത്രമേ ഉള്ളൂ. ഇത് 2012 മോഡലാണ്. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ വിറ്റാൽ ആ കാശ് ഇന്ന് കിട്ടും, ബാങ്കിൽ കിട്ടില്ല. ഇത് 2012 മോഡൽ ഓൾട്ടോ. 4 പുതിയ ടയറൊക്കെയാണ്. നല്ല വണ്ടിയാണ്. സാധാരണക്കാരന് ഏറ്റവും പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ വില വെറും 1,00,000 രൂപ. 2012 മോഡൽ ഓൾട്ടോ LXI പവർ സ്റ്റിയറിംഗ് ആണ്. ഉള്ള സെറ്റൊക്കെ ഇരിപ്പുണ്ട്. നല്ല വണ്ടിയാണ്. ഇതിൻ്റെ വില വന്നിട്ട് 1,00,000 രൂപ. ഞാൻ തന്നെ ഒരു 10 കൊല്ലം മുമ്പ് കൊടുത്ത വണ്ടിയാണ്. വീണ്ടും വെള്ളത്തിന് കൊണ്ടുവന്ന് വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ബൈബാക്കാണ്. കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുന്നു, തിരിച്ച് മേടിക്കുന്നവർക്ക് വേറെ വണ്ടി കൊടുക്കുന്നു, പിന്നെ വീണ്ടും ഒരു 2 കൊല്ലം 3 കൊല്ലം വീണ്ടും വരുന്നു. ഇതങ്ങോട്ട് 10 കൊല്ലം മുമ്പായിട്ട് ഞാൻ 1.25 ആ റേഞ്ചാണ് കൊടുത്താന്ന് തോന്നുന്നു. എൻ്റെ റേറ്റ് ഓർക്കണില്ല. ഇപ്പോൾ ഇതിൻ്റെ വില എന്തായാലും 1,00,000 രൂപയാണ്. 2012 മോഡൽ ഓൾട്ടോ LXI ആണ്. നല്ല വണ്ടിയാണ്. നമുക്ക് 1,00,000 ലോൺ കൊടുക്കാം കേട്ടോ. 1,00,000 ലോൺ കൊടുത്താൽ നമുക്ക് സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ 3,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് മേടിച്ചോളൂ. ഒറ്റ പൈസ വേണ്ട. ഒരു 3,500 മാസം അടയ്ക്കാൻ പറ്റുന്ന ഏതെങ്കിലും സാധാരണക്കാരനുണ്ടെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി ഓൾട്ടോ LXI നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് തരാം, ഫുൾ ലോണോടുകൂടി. ഓക്കെ. ഡിക്കാച്ചി വണ്ടിയാട്ടോ. ടാറ്റയുടെ ഇൻഡിക്ക DLS പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടിയാട്ടോ. അതൊക്കെ എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയ വണ്ടിയാണ്. ഒരുപാട് ടാറ്റയുടെ ഏറ്റവും കൂടുതൽ വിറ്റ വണ്ടി ഇത് തന്നെയാണ്. ഇൻഡിക്കയാണ്. ഇൻഡിക്ക പണിയൊന്നുമില്ല. ഇൻഡിക്ക V2. പിന്നീട് ഇൻഡിക്ക മോഡൽ മാറ്റി പണിയൊക്കെ വന്നെങ്കിൽ ഈ മോഡലിന് വണ്ടിക്ക് പണിയൊന്നുമില്ല. ഇത് പൊളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ 35-36 കിട്ടും. ഇതിൻ്റെ വില 50 രൂപ. 2011 മോഡൽ 50 രൂപ. പൊളിക്കാൻ കൊടുത്താൽ 40 രൂപ കിട്ടും. നല്ല ഒടുക്കത്തെ മൈലേജ്, 25 കിലോമീറ്റർ മൈലേജ് വണ്ടിക്ക്. അല്ല ഒരു പണിയില്ല. നിങ്ങൾക്ക് എല്ലാം റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വല്ല ലോഡ് കയറ്റാനോ വല്ല പണിക്കാരെ കൊണ്ടാവാനോ പണിയൊന്നും ചെയ്യരുത്. ഈ വണ്ടിയിലേക്ക് പണിയൊന്നും കാശൊന്നും മുടക്കരുത്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുക, ഓടിച്ചുകൊണ്ടെടുക്കുക. പടപട സൗണ്ടാണ് കേൾക്കും, അല്ലെങ്കിൽ വേറെ വല്ല സൗണ്ട് കേൾക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഓടുന്നോത്രം എന്നാലും ഓടിക്കുക. ഓടിച്ചിട്ട് പറ്റില്ലാട്ടാ പൊളിക്കാൻ കൊടുക്കുക. എന്നാലും കിട്ടും 40 രൂപ. അതാണ് എൻ്റെ വണ്ടി. നല്ല റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഇത് 2000 പക്ഷേ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സെറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം ടയർ ഭാഗങ്ങളുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഡിസൈറായിട്ട് മാറി കേട്ടോ. 2011 മുകളിൽ വണ്ടിയുടെ വില 50 രൂപ. 50 രൂപയ്ക്ക് പൊളിക്കാൻ പറ്റി കഴിഞ്ഞാൽ 10-35 രൂപ 36 കിട്ടും. ഓടുന്ന വണ്ടി ആയതുകൊണ്ട് 15 കൂടി 40 രൂപ. 50 രൂപയ്ക്ക് ഈ വണ്ടി വില. 2011 മോഡൽ വണ്ടിയുടെ വില വെറും 50 രൂപ. ഓക്കെ. ടയോട്ടയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടി ക്രിസ്റ്റ തന്നെയാണ്. ഒന്നും സംശയമില്ല. അതിന് ടയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇന്നോവ കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കിയ വണ്ടിയാണ് ഇന്നോവ ക്രിസ്റ്റ. പേര് പോലും മാറ്റിയിട്ട് ഇന്നോവയ്ക്ക് ഡിമാൻഡുള്ളതാണ് ഇന്നോവ കൂടി ക്രിസ്റ്റ ആക്കിയത്. ഇപ്പോൾ ഇന്നോവ ഹൈക്രോസ് ആക്കി. പക്ഷേ ഇപ്പോഴും ഇത് ഈ വണ്ടി ഇറങ്ങുന്നു കേട്ടോ. ഇത് ഇന്നോവയുടെ 2017 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ ഡൽഹിയിൽ ഇതിൻ്റെ വില തന്നെ ഈ വിലയൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഈ വണ്ടിയുടെ വില 16 രൂപ. 2017 മോഡൽ ഇന്നോവ V സെക്കൻഡ് ഓപ്ഷൻ കേട്ടോ. G4 കിട്ടുമായിരിക്കും. ഇത് B ആണ്. നിങ്ങൾക്ക് 16 രൂപ തരാം. ഞാൻ കുറേ നാൾ ഉപയോഗിച്ച വണ്ടിയാണ്. ഇപ്പോഴും ഉപയോഗിച്ച് നടക്കുകയാണ്. 2017 മോഡൽ
ഇന്നോവ വി 110 കമ്പനി സർവീസാണ്. സെക്കൻഡ് ഓണറാണ്. നമ്മൾ എൻ്റെ പേരിലേക്ക് മാറ്റിയായിരുന്നു. സെക്കൻഡ് ഓണറാണ്. ഞാനിപ്പോൾ ലോങ് പോകാണ്ട് ഈ വണ്ടി എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ ഞാനൊരു ഫോർച്യൂണർ ഡൽഹി ഇപ്പോൾ മേടിച്ചു, മാറ്റിയേക്കാന്ന് വെച്ചിട്ടാണ്. ഇത് 2017 മോഡൽ ഇന്നോവ വി ആണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു 5 വർഷം വേണമെങ്കിൽ വാറണ്ടി തരാം, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ വണ്ടിയാണ്. 2017 വി ഇന്നോവ വി 16 ലക്ഷം രൂപയാണ് വില. അതിന് 16 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇന്നോവനെ പറ്റി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്നോവ ക്രിസ്റ്റയാണ്. 17 വി ഡൽഹിയിൽ ഈ വണ്ടിക്ക് വിലയ്ക്ക് തന്നെയുണ്ട്. ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ മേടിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അവിടെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു 14 രൂപ ചോദിക്കുന്നത്. പിന്നെ ടാക്സ് വരുമ്പോൾ 2 ലക്ഷം, ടാക്സ് വരുമ്പോൾ 16 ലക്ഷം വരും. ആ വിലയ്ക്ക് നിങ്ങൾക്ക് തരാം. കേരള വണ്ടി 2017 വേറെ ആരെങ്കിലും 16 കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 16 രൂപയ്ക്ക് 2017 കേരള ഇന്നോവ വി 110 കമ്പനി സർവീസാണ്. 16 രൂപയ്ക്ക് തരാം. ഓക്കെ. ഹോണ്ടയുടെ മറ്റൊരു പ്രീമിയം വണ്ടിയാണ് 16 മോഡൽ ജാസ്. ഹോണ്ട ജാസ് വി ആണ്, ഫുൾ ഓപ്ഷനാണ്. ഇത് ഹോണ്ട ജാസ്, നല്ല കളറാണ്. ഹോണ്ട ജാസ് 2016 VX. ഈ വണ്ടിയുടെ വില ഡീസൽ കേട്ടോ. 2016 ഹോണ്ട ജാസ് എക്സ് സിംഗിൾ ഓണർ വണ്ടി. 1.17 ഓടിയിട്ടുണ്ട്. നല്ല വണ്ടിയാണ്. ഇതിൻ്റെ വില 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഡീസൽ വണ്ടി കേട്ടോ. ഹോണ്ട ഡീസൽ വണ്ടി നിർത്തിപ്പോയി, ജാസൊക്കെ നിർത്തിപ്പോയി. ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 10-12 ലക്ഷം തന്നെ വണ്ടിക്ക് വരാം. നല്ല അടിപൊളി വണ്ടിയത്. ഹോണ്ട ജാസാണ്. ഡീസലാണ്. 20 കിലോമീറ്റർ വിലയുണ്ട്. 16 മോഡൽ ജാസ് ഡീസൽ 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയും ലോൺ കൊടുത്തേക്കാം. ഒന്നുമില്ല. ആളൊക്കെ പത്ത് വാറണ്ടി കൂടി. 2016 മോഡൽ ഹോണ്ട ജാസ് VX. അത് അലോയിലൊക്കെ ഉണ്ട്. സെറ്റ് സെൻട്രൽ ലോക്ക് എല്ലാം ഉള്ള വണ്ടി വില 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയും ലോൺ കൊടുത്തേക്കാം. ഓക്കെ. സാധാരണക്കാരൻ്റെ മറ്റു വണ്ടി എടുത്തത് ഇത് 2005 മോഡൽ ഓൾട്ടോ LX ആണ്. AC മാത്രമേ ഉള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ നഷ്ടപ്പെട്ട വണ്ടിയാണ്. കുറേ നാളിങ്ങനെ നമ്മുടെ കാശ് പോയ വണ്ടിയാണ്. അതൊക്കെ ഇതിൻ്റെ വില വന്നിട്ട് വെറും 40 രൂപ കൊടുത്തേക്കാം. 2005 ഈ കൊല്ലം അവസാനം ടെസ്റ്റാണ് കേട്ടോ. 2015 ഓൾട്ടോ LX വണ്ടി 40 രൂപയ്ക്ക് വാറണ്ടി തരാം. എഞ്ചിൻ വാറണ്ടിയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തോളാം. 40 രൂപയാണ്, ലോണം കിട്ടില്ല. 100 വിലയ്ക്ക് വെറും 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൾട്ടോ LX മഴ നനയാണ്ട് AC കിട്ട് സുഖമായിട്ട് കൊണ്ടുവന്ന ഒരു പണിയും വരില്ല. അപ്പോൾ ഇതിൻ്റെ വില വെറും 40 രൂപയാണ്. നമ്മുടെ കയ്യിൽ കാശ് പോക്കാണ്, സാരില്ല. ഇത് ഈ കൊല്ലം മാർച്ചാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യാണ്. ഇതുപോലത്തെ ഒരു 3-4 വണ്ടി നിങ്ങൾക്ക് തരാം കേട്ടോ. എൻ്റെ കയ്യിൽ പൈസ പോകുന്ന വണ്ടി കുറേ ഉണ്ട്. നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 10 വണ്ടി എടുക്കുമ്പോൾ 2 വണ്ടി എന്തെങ്കിലും പൈസ പോകും. എന്നാലും കുഴപ്പമില്ല, പൈസ പോകും. ബിസിനസ്സാണ്, പിന്നെയും വരും. കുറച്ച് വണ്ടിക്ക് പൈസ പോകും, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു 40-50 രൂപ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് 3-5 തരാം. ആരെയും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ കഴിഞ്ഞാൽ മതി. ഇടയ്ക്ക് എന്നെ വിളിച്ചാൽ തരുന്നതായിരിക്കും. ഇത് വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, നല്ല വണ്ടി തന്നെയാണ്. വെറും 40 രൂപയ്ക്ക് 2005 മോഡൽ ഓൾട്ടോ LX AC ഉണ്ട്. ടെസ്റ്റ് ഈ മാസം ചെയ്യണം, ഈ വർഷം ചെയ്യണം. പക്ഷേ അവസാനം ടെസ്റ്റ് ചെയ്യണം. പെയിൻ്റൊക്കെ ഇത്തിരി പൊള്ളിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 40,000 രൂപ വണ്ടി കാണുക. എനിക്കൊരു കുഴപ്പമില്ല. 2005 വണ്ടി ഓൾട്ടോ LX വണ്ടി 40 രൂപ. ഓക്കെ, വിത്ത് വാറണ്ടി. ഇത് 2009 മോഡൽ ഐട്ടൺ കേട്ടോ. സാധാരണക്കാരൻ പറ്റിയ വണ്ടിയാണ്. 2009 മോഡൽ ഐട്ടൺ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ അല്ല, മറ്റേ മറ്റേ AC പോസിറ്റീവ് പവർ വിൻഡോ ഉണ്ട്. വലിയ കുഴപ്പമില്ല. പുതിയ പേപ്പർ ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന പുതിയ വണ്ടിയാണ്. ഇതുപോലത്തെ റെഡ് നമ്മുടെ ഉണ്ട്. ഇതൊരു ഗ്രേ കളറാണ്. എല്ലാം കാണിക്കാൻ പറ്റുമല്ലോ. ഇതിൻ്റെ വില വന്നിട്ട് നമുക്കൊരു 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ട് 90,000 ലോൺ കൊടുക്കാം. ഇപ്പോൾ 2009 മോഡൽ ഐട്ടൺ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില 1 രൂപ, ഏതാണ്ട് 90 ലോൺ കൊടുക്കാം. ഇത് വാറണ്ടി കൂടി നമുക്ക് 1 രൂപയ്ക്ക് 2009 മോഡൽ 1 രൂപ, ഏതാണ്ട് 90 ലോൺ കൊടുക്കാം. ഓക്കെ. വീണ്ടും ഹുണ്ടായുടെ മറ്റൊരു വണ്ടിയാണ്. ഇത് 2010 മോഡൽ സാൻഡ്രോ കേട്ടോ. 2010 ടെസ്റ്റ് ചെയ്യണം ചെയ്യണം, അതാണ് എൻ്റെ പിന്നെ കുഴപ്പം. ഇതിൻ്റെ വില 2010 മോഡൽ സാൻഡ്രോ 60 രൂപയാണ്. 2010 സാൻഡ്രോ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു 10 രൂപ കൊടുക്കണം. 10-12 രൂപ സെൽസിനാവും. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്കൊരു എന്നതൊരു 70 രൂപ മുടക്കി കഴിഞ്ഞാൽ നല്ല 2010 അടിപൊളി സാൻഡ്രോ പോലെ സെറ്റപ്പ് സാൻഡ്രോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ടെസ്റ്റ് കഴിഞ്ഞാൽ ഏതാണ്ട് ഫുൾ ലോൺ കിട്ടും, 1 ലോൺ കിട്ടും. ഇത് 2010 മോഡൽ സാൻഡ്രോ ആണ്. ടെസ്റ്റ് ചെയ്ത് വേണ്ടി തരാം. 75,000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് സെറ്റപ്പാക്കി തരാം. 2010 മോഡൽ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടി നിങ്ങൾക്ക് ഫുൾ കണ്ടീഷനോടി. ഇപ്പോൾ ഈ കാണുന്ന കണ്ടീഷനാണെങ്കിൽ 60,000 രൂപയ്ക്ക് തരാം. അപ്പോൾ 60,000 രൂപയ്ക്ക് 2010 മോഡൽ സാൻഡ്രോ ഫുൾ മെക്കാനിക്ക് നല്ലതാണ്, എല്ലാം നല്ല കേട്ടോ. ഇതിൻ്റെ വണ്ടിയുടെ വില വെറും 60,000 രൂപയ്ക്ക് 2010 മോഡൽ സാൻഡ്രോ. ടെസ്റ്റ് ആവാറായിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ 75 രൂപ. ഓക്കെ. വീണ്ടും മാരുതിയുടെ മറ്റൊരു പ്രീമിയം വണ്ടിയാണ്. ഇത് 2018 മോഡൽ ബ്രസ ZD ആണ്. ZD എന്ന് പറഞ്ഞാൽ വണ്ടി ഡീസൽ വണ്ടി നിർത്തിപ്പോയി. കാരണം ZDI നിർത്തിപ്പോയി, ഡീസൽ വണ്ടി നിർത്തിപ്പോയി. അതുകൊണ്ട് ഭയങ്കര മാർക്കറ്റാണ് വണ്ടിക്ക്. മാരുതിയുടെ മറ്റേ ഇത് DDS എഞ്ചിൻ നമുക്ക് മിനിമം ഒരു 3 ലക്ഷം ഇങ്ങോട്ട് കൊടുക്കും. നല്ല കംപ്ലൈൻറ്റിനകത്ത് വണ്ടിയായിരുന്നു. BS6 ഒന്നുകൂടി മാരുതിയുടെ ഡീസൽ വണ്ടി എല്ലാം നിർത്തിപ്പോയതുകൊണ്ട് നല്ല മാർക്കറ്റാണ്. ഡെയിലി ഓട്ടോ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് ഓടിക്കാവുന്ന വണ്ടിയാണ്. ഇത് 2018 മോഡലാണ്. ZDI ആണ്. ഇതിൻ്റെ വില ഇതിപ്പോൾ ഒരു 2 ഡോറ് മാറിയിട്ടുണ്ട്. 2ാമത്തെ ഓണറാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
ഫുൾ ഓപ്ഷൻ ZDI അലോയിലുണ്ട്, ABS എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, സെറ്റപ്പ് വണ്ടി. ഞാനിപ്പോൾ ഈ വണ്ടിയാണ് നടക്കണേ. ഇതിൻ്റെ വില വന്നിട്ട് 5,75,000 രൂപ ഫുൾ ലോൺ. 5,75,000 രൂപയാണ് ഈ വണ്ടി വില. 2018 ZDI ആണ്. 2018 ZDI കേരള മാർക്കറ്റിൽ ഇപ്പോൾ 8.5 ലക്ഷം രൂപ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ എവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇതും വിത്ത് വാറൻറ്റി കൂടി നിങ്ങൾക്ക് 5,75,000 രൂപയ്ക്ക് ഫുൾ വാറൻറ്റി കൂടി. പ്രശ്നം വേറെ 2-3 നമ്മുടെ അടുത്തുണ്ട്. ഞാൻ കാണിക്കുന്ന വണ്ടി കൂടാണ്ട് നമ്മുടെ കുറേ വണ്ടികൾ വേറെ ഉണ്ട്. എല്ലാ വണ്ടിയും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യക്കാർക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമ്മൾ വിളിച്ചുകൂടാ. നമ്മുടെ ഉള്ള വണ്ടികൾ നമ്മൾ തരുന്നതായിരിക്കും. ഇത് 2000 പ്രസ് നമ്മുടെ 3, 4, 5 ഉണ്ട്. 20, 21, 22, 16 ഉണ്ട്. ഇത് 18 ZDI ആണ്. 18 ZDI വില നമുക്ക് 5,75,000 രൂപയാണ്. സെക്കൻഡ് ഓണറാണ്. ഫുൾ ഓൺ കൂടി 2018 പ്രസ ZDI. നിങ്ങൾക്ക് 5 ഇതിപ്പോൾ റെൻ്റേക്കാർക്ക് പറ്റിയ വണ്ടിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ റെൻ്റൊക്കെ കൊടുക്കുന്നത് അത് അത്യാവശ്യം സാധാരണക്കാരന് ജീവിക്കാവുന്ന വണ്ടി. അത് റെൻ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാസം 30,000 രൂപ വണ്ടിക്ക് മാസം വാടക കിട്ടും. ചെറിയ EMI എടുത്താലും സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഇതിൻ്റെ വില 2018 മോഡൽ പ്രസ ZDI 5,75 ഫുൾ ഓൺ. സാധാരണക്കാർക്ക് വേണ്ടി ടാറ്റ ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനമാണിത്. നാനോൻ്റെ 3rd ജനറേഷൻ വണ്ടിയാണ്. രത്തൻ ടാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് നാനോ. പിന്നെ നാനോൻ്റെ പതിപ്പ് വരുന്നുണ്ടെന്ന്, ഇലക്ട്രിക് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം അറിയാൻ പാടില്ല. ഇത് 2015 മോഡലോ. ഇത് 15 മോഡൽ പുതിയ മോഡൽ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, ബാക്കിൽ ഡിക്കിയൊക്കെ ഓപ്പണാണ്. മാർക്കറ്റിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ആൾക്കാർ OLS കിടക്കണ കാണാറുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് നല്ല വണ്ടിയാണോ, അടിപൊളി സീറ്റ് കവറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും നല്ല വണ്ടിയാണ്. ഡിക്കി ഓപ്പണാണ്. 2015 നാനോ. ഇതിൻ്റെ വില വന്നിട്ട് 75,000 രൂപ. 75,000 രൂപയ്ക്ക് 2015 മോഡൽ നാനോ AC, പവർ സ്റ്റിയറിംഗ് ഉള്ള ഡിക്കി ഓപ്പൺ വണ്ടിയുടെ വില വെറും 75,000 രൂപ. ഇത് മറ്റൊരു വാഹനമായ നിസാൻ്റെ മൈക്രയാണ്. മൈക്ര പെട്രോളാണ്. മൈക്ര പെട്രോൾ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നിസാൻ മൈക്ര പെട്രോൾ. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന വിലയിൽ പറ്റുന്ന വണ്ടി തന്നെയാണിത്. ഇത് 2014 മോഡൽ മൈക്ര ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ. ഇതിൻ്റെ വില വന്നിട്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിൻ്റെ പെട്രോളാണ്. 2 ലക്ഷം രൂപയാണ് എൻ്റെ വില. 2 ലക്ഷം രൂപ ലോൺ കിട്ടും വിത്ത് വാറൻറ്റി കൂടി. നിങ്ങൾക്ക് 2014 മോഡൽ മൈക്ര പെട്രോൾ ഫുൾ ഓപ്ഷൻ നല്ല വണ്ടി നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണോടുകൂടി തരുന്നതായിരിക്കും. സാധാരണക്കാരൻ്റെ മറ്റൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ. ഇത് നിങ്ങൾക്കറിയാം, മറ്റ് സാധാരണക്കാരന് വളരെ ഉപയോഗിക്കുന്ന പണിയൊന്നുമില്ലാത്ത ഡീസൽ വണ്ടി കേട്ടോ. മാരുതി ഇതുവരെ ഇറങ്ങിയതിൽ ഡീസൽ വണ്ടിയിൽ ഒരു പണിയില്ലാത്ത വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ. ഇത് 2009 മോഡലാണ്. ഇത് 2009 മോഡൽ VDI ആണ്. അത് AC ഇതിനകത്ത് അലോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. 2009 മോഡൽ VDI പുതിയ പേപ്പർ ഇപ്പോൾ ടെസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. നല്ല വണ്ടി കേട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് 1,75,000 രൂപ. 2009 സ്വിഫ്റ്റ് ഡീസൽ VDI വിത്ത് അലോയിൽ, മാരുതി തന്നെ അലോയിലാണ്. ഇതിൻ്റെ വില 1,75,000 നമുക്കൊരു 1.5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ആവശ്യമുള്ളവർക്കും വേണമെങ്കിൽ 1.5 ലക്ഷം ലോൺ തരാം. നല്ല വണ്ടി. ഈ മാരുതി ഡീസൽ എന്ന് പറഞ്ഞാൽ വണ്ടി അടുത്ത കൊല്ലം പറ്റിയാലും പൈസ പോകില്ല, അതൊരു പണിയും വരില്ല. അതാണ് മാരുതി ഡീസലിൻ്റെ വില. സാധാരണ അപ്പോൾ ഈ മഴയൊക്കെ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം മേടിക്കുക. അടുത്ത കൊല്ലം ഈ വണ്ടിക്ക് ഏതായാലും 1.5 രൂപ കിട്ടും. ഇതിൻ്റെ വില 2009 മോഡൽ ഡീസൽ 1,75,000. വീണ്ടും മറ്റൊരു സ്വിഫ്റ്റാണ്. ഇത് 2013 VXI ആണ്. VXI പെട്രോളാണ്. സിംഗിൾ ഓണറാണ്. 1,16,000 ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് CNG ചെയ്തിട്ടുണ്ട്. CNG എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CNG നമുക്ക് 70,000 ചിലവ് വരും. കൂടാതെ നമുക്കൊരു 2.5 രൂപ ഉണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ഡീസലിനേക്കാളും താഴെ നമുക്ക് ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ഡൽഹി പോയിരുന്നു. ഡൽഹിയിൽ മൊത്തം CNG വണ്ടികളാണ്. നമ്മുടെ നാട്ടിൽ CNG വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക സ്ഥലത്തും CNG ഉണ്ട്. കാരണം നമ്മൾ വളരെ എക്കോണമിയായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ എഞ്ചിനൊന്നും കുഴപ്പമില്ല, പ്രകൃതിക്ക് നല്ലതാണ്. ഇത് 2013 മോഡൽ CNG ഉണ്ട്, പെട്രോളുണ്ട്. സ്വിഫ്റ്റ് VXI നോ റീപ്ലേസ്മെൻറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ വില 3 ലക്ഷം രൂപയാണ്. നമുക്കൊരു 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. അപ്പോൾ 2013 സിംഗിൾ ഓണർ സ്വിഫ്റ്റ് VXI നോ റീപ്ലേസ്മെൻറ്റ് വിത്ത് CNG ഉള്ള വണ്ടിയുടെ വില 3 ലക്ഷം രൂപ ലോൺ ആവശ്യമുള്ളവർക്ക്. കുറച്ച് മുമ്പ് ഒരു ഡീസൽ നമ്മൾ കാണിച്ചു. ഇതുപോലെ ഡിസയർ പെട്രോൾ ആട്ടോ. ഇനി പെട്രോൾ തന്നില്ല അതുകൊണ്ട് സെയിം 2011 സെക്കൻഡ് ഓണർ 80,000 കൂടി പെട്രോൾ വണ്ടി ആട്ടോ. പെട്രോൾ VXI ആണ്. ഡിസയർ VXIയുടെ വില 2 ലക്ഷം രൂപ തന്നെയാണ്. പെട്രോളിൻ്റെ വില ഡീസലിന് വില 2 ലക്ഷം രൂപ. ഇത് 11 മോഡൽ പക്ക മോഡലുണ്ട്. 11 9 മാസം വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. 80 കിലോമീറ്റർ ഓടി വണ്ടി. ഇതിൻ്റെ വില 2 ലക്ഷം രൂപ. നമുക്കൊരു 1,45,000 ലോൺ കൊടുക്കാം. 2011 മോഡൽ ഡിസയർ VXI സെക്കൻഡ് ഓണർ 80 കിലോമീറ്റർ ഓടി നല്ല വണ്ടി, നോ റീപ്ലേസ്മെൻറ്റ്. 2 ലക്ഷം രൂപ 1,80,000 ലോൺ കൊടുക്കാം. ഓക്കെ. 2019 വണ്ടി നിങ്ങൾ കാണിച്ചു തരാം. ഇത് 2019 സ്വിഫ്റ്റ് ആണെങ്കിൽ ഇത് 2019 i20 ആണ്. രണ്ടും വൈറ്റ് കളറുകളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വില ഒന്ന് തന്നെയാണ്. 2019 മോഡൽ
i20 പെട്രോളാണ്, മാഗ്നയാണ്, സിംഗിൾ ഓണറാണ്. ഇതൊരു 80 കിലോമീറ്റർ ഓടിക്കുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 4,65,000 രൂപ. 2019 സ്വിഫ്റ്റാണ്, LX ഓപ്ഷനാണ്. ഇതിൻ്റെ വില 4,65. ഏത് വണ്ടി നിങ്ങൾ മേടിച്ചോളൂ. 2 വണ്ടിക്കും ഫുൾ ലോൺ തരാം. 2019 i20 പെട്രോള്, സിംഗിൾ ഓണർ മാഗ്ന പ്ലസ് 2019 സ്വിഫ്റ്റ് LXI സിംഗിൾ ഓണർ. 2 നോ റീപ്ലേസ്മെൻറ്റ്, നല്ല ഷോറൂം കണ്ടീഷൻ. 2 വണ്ടികൾ ഏത് വണ്ടി എടുത്തോളൂ. 4,65 തരാം, ഫുൾ ലോൺ ഓടി. സാധാരണക്കാരൻ്റെ 2 വണ്ടി ഞാൻ വീണ്ടും കാണിക്കാം. ഇത് 2003 800 MB5 ആണ്. നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടിയാണ്. പുതിയ പേപ്പറാണ്, പുതിയ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. നല്ല വണ്ടി, ഇതൊന്നും പറയാനില്ല, നല്ല വണ്ടി ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 45 രൂപ. അതുപോലെ 2000 ഇത് അത്രയും ക്വാളിറ്റി വരില്ല, 2001 ഇത് 2001 800 ആണ്. നിങ്ങൾക്ക് അത്ര ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. MB5 കാർബറേറ്ററാണ്. ഇതിൻ്റെ വില 30 രൂപ. 2 വണ്ടിക്ക് ലോൺ കിട്ടില്ല. അത്യാവശ്യം വാറണ്ടി ഞാൻ തരാം. ഓടിച്ച് പഠിക്കുന്നവർക്കോ ബിഗിനേഴ്സുകൾക്ക് ആർക്കും ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. 2001 800 വില 30 രൂപയും 2003 പുതിയ പേപ്പറുള്ള 800 വില 45 രൂപ. ഓക്കെ. അന്നും ഇന്നും എന്നും എപ്പോഴും ഡിമാൻഡുള്ള വണ്ടിയാണ് ഇന്നോവ. ഞാൻ എൻ്റെ ഓർമ്മ വെച്ചാൽ മുതൽ ഇന്നോവയുടെ മാർക്കറ്റ് ഡിമാൻഡ് ഇതുവരെ കുറഞ്ഞില്ല, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത്ര മാർക്കറ്റാണ്. ഇപ്പോൾ ഡൽഹിയിൽ നേരത്തെ വില കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പോയുള്ളൂ. അവിടെ നിന്ന് 3 വണ്ടി മേടിച്ചിട്ടുണ്ട്. പറയാൻ മറന്നു, ഡൽഹിയിൽ എനിക്കൊരു ഓഫീസുണ്ട്. ഇപ്പോൾ കരോൾ ബാഗിൽ നമ്മുടെ സിറ്റി ഓട്ടോസിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വണ്ടി ആവശ്യമുള്ളവർക്ക് ഞാനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഡൽഹിയിൽ നമുക്ക് കരോൾ ബാഗിൽ ഓഫീസുണ്ട്. അത് ഞാൻ പറയാൻ എൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി. ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ വണ്ടി എടുത്ത് തുടങ്ങി. ആളുകൾ കുറേ പേര് ഇങ്ങനെ വണ്ടികൾ ചോദിച്ചു, പ്രീമിയം വണ്ടി ചോദിച്ചു തുടങ്ങി. പ്രീമിയം വണ്ടി നല്ല വ്യത്യാസമുണ്ട്. അത് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണൊക്കെ ചെറിയ വില വ്യത്യാസമുണ്ട് ഇവിടെ. നല്ല ലാഭമാണ്. ഇന്നോവയും ഫോർച്യൂണൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ ലാഭം. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഞാനായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ ഓഫീസ് വരുന്നത് ഡൽഹിയിൽ കരോൾ ബാഗിലാണ്. അപ്പോൾ ഡൽഹി വണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ 2 ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാം. നിലവിൽ ബുക്കിംഗ് ആയ വണ്ടികളാണ്. ഇത് 2014 മോഡൽ സിംഗിൾ ഓണറാണ്. ഏതാണ്ട് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ഇന്നോവ 2014 സിംഗിൾ ഓണർ വണ്ടി നമ്പർ 666 ആണ്. 666. ഇതിൻ്റെ വില 8 ലക്ഷം രൂപ. ഏതാണ്ട് ഒരു 7.25 ലക്ഷം ലോൺ കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇന്നോവയെ പറ്റി പറഞ്ഞാലുമല്ലോ. ഇപ്പോൾ നെക്സ്റ്റ് 10 ഇയർ കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരില്ല. ഒരു 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഈ വണ്ടിക്ക് കുഴപ്പം വരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. 10 ലക്ഷം ഓടിയാലും ഇന്നോവയ്ക്കുണ്ട്. അപ്പോൾ 2014 മോഡൽ ഇന്നോവ, ഇതിൻ്റെ വില 8 ലക്ഷം രൂപ. ഓക്കെ. G4 ആണ്, സിംഗിൾ ഓണറാണ്, 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്, നോ റീപ്ലേസ് ആണ്. ഇത് വാറണ്ടി കൂടി നമുക്കൊരു 7 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ 2014 ഇന്നോവ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴയ ഇന്നോവ കാണിക്കാം. 2008 ഇന്നോവ. 14 ഇന്നോവ കാണിച്ചിട്ട് നമ്മൾ 2008 ഇന്നോവ നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ പറയാം. അതേലും പുതുമൂഴി കിടക്കണം 2008. അത് ഞാൻ പറയും, ഇന്നോവ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഫ്രഷ്നസ് നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല, അതിൻ്റെ എൻജിൻ കണ്ടീഷൻ നഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് 2008 മോഡൽ ഇന്നോവ. നോ ഷേപ്പാണ്, സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, അലോയ് വീലുണ്ട്, എന്തൊക്കെ ചെയ്യാത്തെന്ന് എനിക്കറിയില്ല. അതുപോലുള്ള വണ്ടി കേട്ടോ. അടിപൊളി 30,000 രൂപ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പൈസ മുടക്കാൻ കിട്ടേക്കാണ്. കേരള വണ്ടിയാണ്. ഇത് 2008 മോഡൽ ഇന്നോവ G4 ആണ്. അലോയ് വീല്, ടച്ച് സ്ക്രീന്, സ്കേർട്ടിങ്, അത് ചെയ്ത് സീറ്റ് കവർക്ക് ചെയ്ത് കലക്കം. വണ്ടിയുടെ വില വെറും 4 ലക്ഷം രൂപ. നമുക്കൊരു 3 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഇന്നോവയ്ക്ക് മാത്രമാണ് ഈ പഴയ വണ്ടി ലോൺ കിട്ടുള്ളൂ. അതാണ് ഇന്നോവയ്ക്ക് 2008 മോഡൽ കേരള വണ്ടി ഇന്നോവ, ന്യൂ ഷേപ്പ്, ടെസ്റ്റ്, പുതിയ പേപ്പറാണോ. പുതിയ പേപ്പർ കഴിഞ്ഞാൽ വണ്ടിയുടെ വില 4 ലക്ഷം രൂപ. നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. ഹോണ്ടയുടെ സൂപ്പർ വണ്ടിയാണ് അമേസ്. 2016 മോഡൽ അമേസാണ്. 2016 മോഡൽ അമേസ് സിംഗിൾ ഓണർ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഈ വണ്ടിയുടെ വില വെറും 2.5 ലക്ഷം രൂപ. ഈ വണ്ടിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടി ഒരു 3.5 ലക്ഷം രൂപ ലോൺ കിട്ടും. കാരണം മാർക്കറ്റിൽ ഒരു 4 ലക്ഷം രൂപ വിലയുണ്ട്. ചെറിയൊരു മുഷിപ്പൊക്കെ ഉണ്ട്. എൻജിൻ നല്ലതാണ്. എൻജിൻ മറ്റേ ഹോണ്ടർ വണ്ടി എൻജിനെ പറ്റി ചിന്തിക്കില്ല. 5-6 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒരു കുഴപ്പമില്ല. ബോഡി 4 പുതിയ ടയറാണ്. ബോഡിയിൽ ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വാറണ്ടി തരാം. എൻജിന് വാറണ്ടി തരാം, ബോഡിക്ക് വാറണ്ടി തരാം, എന്തും വാറണ്ടി തരാം. ഇതിൻ്റെ വില വന്നിട്ട് 2,50,000 രൂപയാണ്. 3.5 ലക്ഷം രൂപ ലോൺ തരാം. നമുക്ക് കാശൊക്കെ മറിക്കാൻ ആവശ്യമുള്ളവർ വേണമെങ്കിൽ പൈസ എടുത്തോളൂ. ഒരു ടാക്സി ആക്കാം, എന്ത് ചെയ്യാം. 2016 മോഡല് അമേസ് ഡീസൽ, ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇത് ബേസ് മോഡൽ AC പവർ സ്റ്റീരിംഗ് പവറിൻ്റെ എല്ലാം അതിനകത്ത് വരും. ഇതിൻ്റെ വില വന്നിട്ട് 2,50,000, 3,50,000 ലോൺ. ഓക്കെ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വണ്ടിയാണ്. ഇതൊരു സ്കോർപ്പിയോ ആണ്. ലീവ് എങ്ങ് നമ്മൾ XUV എടുപ്പുണ്ട്, വേറെ സ്കോർപ്പിയോ ഉണ്ട്. നമ്മളൊരു സ്കോർപ്പിയോ കാണിക്കാം. ഇത് 2007 മോഡൽ CRD വണ്ടിയാണ്. ഇപ്പോൾ 2007 സ്കോർപ്പിയോ. ഇതിൻ്റെ വില വന്നിട്ട് 1,50. ലോൺ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 2007 സ്കോർപ്പിയോയുടെ വില. നല്ല വണ്ടിയാണ്. വേറെ പാച്ച് വർക്ക് തുരുമ്പുകളൊന്നും തന്നെ ഇല്ല. നല്ല കലക്കം വണ്ടിയാണ്.
നല്ല അത്യാവശ്യം വലിയ വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക്, നല്ല XUV ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല ലീവ് എങ്ങെന്ന് പറഞ്ഞ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, വാചകം അങ്ങനെയാണ് ലീവ് എങ്ങ്. വയ്യാണ്ടായി പറഞ്ഞുകൊണ്ട് എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ 2007 മോഡൽ സ്കോർപിയോ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയ്ക്ക് നല്ല സീറ്റ് കവർക്ക് ഇട്ട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു ജോർജ് ചേട്ടൻ നല്ല വണ്ടിയാണ്. പുള്ളിക്ക് 60 വയസ്സുള്ള ആൾ ഈ വണ്ടി ഓടിച്ചിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക സ്കോർപിയോയുടെ പെർഫോമൻസ്. സ്കോർപിയോ നമുക്ക് ഡ്രൈവേഴ്സ് വെഹിക്കിളാണ്. നമ്മൾ ഈ വണ്ടി വെച്ച് ലോങ്ങൊക്കെ പോകുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവില്ല, ഇടിച്ചാലും ഒന്നും പറ്റില്ല. വണ്ടി ഇടിച്ചാലും നല്ല സേഫ്റ്റി ഉള്ള വെഹിക്കിളാണ് സ്കോർപിയോ. ഇന്നോവയൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി പപ്പറായി പോകും, നമുക്കതിനും പറ്റും. പക്ഷേ സ്കോർപിയോ അല്ല. ബാക്കിൽ ഇരിക്കുന്നവർക്ക് വലിയ സുഖമില്ലെങ്കിലും സ്കോർപിയോ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടാണ്. നല്ല കംഫർട്ടാണ്, ഇടിച്ചാലും പറ്റില്ല. നല്ല കൺട്രോളാണ്. 100-150 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ വില 1.5 ലക്ഷം രൂപ. 1.5 വേണ്ട, 1.40. 2007 സ്കോർപിയോ നല്ല വണ്ടിയുടെ വില 1.40. ലോൺ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സീറ്റ് കവർക്ക് ഇട്ട് അടിപൊളിയായിട്ട് ഇപ്പം തന്നെ 16,000 സീറ്റ് കവർ ചെയ്യുന്ന പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വില 1.40. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം, അല്ല അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നോട് സഹായിച്ചിരിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ഷോറൂം വരുന്നത് കരിമുകൾ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം തന്നെയാണ് കരിമുകൾ. ഞാൻ താമസിക്കുന്ന ഇവിടെ തന്നെയാണ്. നമ്മുടെ സ്വന്തം ഓൺ പ്രോപ്പർട്ടിയാണ് ഷോറൂം. നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു ഓഫീസ് തുടങ്ങുകയുണ്ടായി. കരോൾ ബാഗിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവ് വണ്ടി കിട്ടുന്നത് ഡൽഹിയിലും കേരളത്തിൽ ഏറ്റവും വിലക്കുറവ് വണ്ടി കിട്ടുന്നത് കൊച്ചിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വിലക്കുറവ് ഡൽഹിയിലും കേരളത്തിൽ ഏറ്റവും വിലക്കുറവ് കൊച്ചിയിലുമാണ്. അപ്പോൾ കൊച്ചിയിലും ഡൽഹിയിലുമായിട്ടാണ് സിറ്റി ഓട്ടോസിൻ്റെ എൻ്റെ ഷോറൂം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നോട് ആർക്കെങ്കിലും ബിസിനസ്സുകാർ സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാം, എന്നെ ഒന്ന് കാണാവുന്നതാണ്. നമ്മൾ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമാണ്, നമ്മളത് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാൻ എനിക്ക് പൈസ ഒന്നും വേണ്ട. എൻ്റെ ചില ബിസിനസ് ഐഡിയാസ് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് വരിക. വാഹന കച്ചവടമോ, ഡ്രസ് കച്ചവടമോ, അല്ലെങ്കിൽ വാഷിങ്ങോ, അങ്ങനെ പല ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ എന്തും വയ്ക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഒരുമാതിരിപ്പെട്ട ബിസിനസ്സൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഏറ്റവും വില കുറവ് കേരളത്തിൽ നമ്മൾ എവിടെ നിന്നാണ് ഏറ്റവും വില കുറച്ച് കിട്ടണേ അവിടെ നിന്നാണ് ഞാൻ എന്ത് സാധനം പർച്ചേസ് ചെയ്യാറുള്ളൂ. എനിക്ക് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഉണ്ട്. വാഹനത്തിനാണെങ്കിൽ നമുക്ക് ഷോറൂമുകളായിട്ടൊക്കെ ടൈപ്പാണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഷോറൂം കേരളത്തിലുള്ളത്. 256 ഷോറൂം എറണാകുളത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആളുകളുടെ നിന്ന് വണ്ടി മേടിക്കുന്നേക്കാൾ ഷോറൂമിൽ നിന്ന് വണ്ടി മേടിക്കുമ്പോൾ എക്സ്ചേഞ്ച് ബോണസും മറ്റ് ബോണസൊക്കെ ഇട്ട് കസ്റ്റമേഴ്സ് മാക്സിമം ഡിസ്കൗണ്ട് വണ്ടികളാണ് ഞാൻ ഡയറക്റ്റ് ഷോറൂമിൽ നിന്നാണ് വണ്ടി മേടിക്കുന്നത്. കാരണം കസ്റ്റമേഴ്സിൽ നിന്ന് വണ്ടി മേടിച്ചാൽ നമുക്ക് വിലയാവില്ല. അപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ചെയ്ത് വണ്ടി മേടിച്ചിട്ടാണ് എനിക്ക് കിട്ടുന്ന വില ഞാൻ കസ്റ്റമേഴ്സ് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് വണ്ടി മേടിക്കും. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു 99% ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു 1-2% നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ലോൺ വേണമെന്നവർക്ക് ലോൺ ബന്ധപ്പെടാവുന്നതാണ്. ബൈബാക്ക് ഉണ്ട്, വാറണ്ടി ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. എന്തും വാഹനമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെയും ചെയ്യുന്നതാണ്. ഇപ്പോൾ 25 വർഷമായി ഞാൻ വാഹന വ്യാപാര രംഗത്തുണ്ട്. എന്നോട് സഹായിച്ചുകൊണ്ടിരുന്ന എല്ലാ കസ്റ്റമേഴ്സിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ ഈ കുറച്ച് വണ്ടിയാണ് നമ്മളിത് കാണിച്ചിട്ടുള്ളത്. അതിൽ 100ഓളം വണ്ടികൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വലായിട്ട് കാർ സ്റ്റോക്കുള്ളത് എൻ്റെ കയ്യിലാണെന്നാണ് എൻ്റെ ഒരു 99% വിശ്വാസം. ഞാൻ വേറെ ആളും കണ്ടല്ല. ഇൻഡിവിജ്വലായിട്ട് കച്ചവടം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാർ സ്റ്റോക്കുള്ളത് എൻ്റെ കയ്യിൽ തന്നെയാണ്. 50,000 രൂപ 50 ലക്ഷം രൂപ കാർ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. 50,000 30,000 രൂപയുള്ള കാറുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എല്ലാ വാഹനത്തിൻ്റെ അപ്ഡേറ്റ്സ് എപ്പോഴും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഡൽഹിയിലെ വണ്ടിയോ മറ്റേ ബാംഗ്ലൂർ വണ്ടിയോ കേരളത്തിലെ വണ്ടിയോ നമ്മുടെ ഇല്ലാത്ത വണ്ടിയിൽ നമ്മൾ ഏറ്റവും വില കുറച്ച് ക്വാളിറ്റിയോടി നിങ്ങൾക്ക് വേണ്ടി സർവീസ് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് വണ്ടിക്ക് ഒരു ലോൺ വേണമെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള വണ്ടികൾക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വരികയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോണുള്ള വണ്ടിക്കാണെങ്കിലും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കൊരു 2 ലക്ഷം രൂപ ലോണുള്ള വണ്ടിക്കൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അടയ്ക്കുന്നതിന് നമുക്ക് 4 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പോൾ നിങ്ങളുടെ 5 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് സിവിൽ സ്കോറൊക്കെ ഉണ്ട്, ലോണുള്ള വണ്ടിയാണ്, നമുക്ക് 10 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അങ്ങനത്തെ ഒരു സ്കീമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ലോൺ വേണമെങ്കിലോ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിലോ വണ്ടി വിൽക്കാനുള്ളവരോ
എന്തും വാഹനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഏതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. എന്നോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഉടൻ തന്നെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.